everyone and welcome back to Digital Diaries of Lena. സോ ഇതെൻ്റെ ഒരു സെം ബ്രേക്ക് വ്ളോഗാണ്. എൻ്റെ സെം ബ്രേക്കിലെ എല്ലാ ദിവസങ്ങളിലെയും കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടി ചേർത്ത് കൂട്ടിയിണക്കിയ ഒരു വ്ളോഗാണ്. ഇതിലെല്ലാം ഒറ്റ ദിവസം അങ്ങനത്തെ ഓർഡറിലൊന്നും അല്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. എല്ലാം കൂടി ഞാൻ ചേർത്ത് ഒരു കുട്ടി വ്ളോഗാക്കിയതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എങ്ങനെയാണെന്നുള്ളത് അവിടെ ഇവിടെയുള്ള കുറേ ക്ലിപ്സുകൾ വെച്ചിട്ട് കൂട്ടിയിണക്കി കാണിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. വീട്ടിൽ വന്നിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണ്ടേ, അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ അമ്പലത്തിൽ പോയി. അതിന് ശേഷം ഞാൻ സെം ബ്രേക്കിന് വന്നാൽ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. ഇനി ഈ ഒരു ബുക്കാണ് ഞാൻ വായിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. കാരണം ഇതെനിക്ക് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പായിരുന്നു ഞാൻ ഇനി വന്നത്, ഇവിടെ എൻ്റെ കോഴ്സെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഞാൻ പിന്നെ തിരിച്ചങ്ങ് അകത്ത് കയറിപ്പോയി. വീട്ടിൽ വന്നിട്ട് അങ്ങനെ അധികം പുറത്തിറങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകിട്ടൊക്കെ ആയി, വെയിലൊക്കെ ഒന്ന് താന്നപ്പോഴത്തേക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ചെടികളൊക്കെ ഇരിക്കുന്നു, അപ്പോൾ ചെടിക്കും വെള്ളം ഒഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. തിരിച്ച് കയറി വന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയിരുന്ന്. അപ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്. കുറേ നാളായി ഞാൻ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട്. അങ്ങനെ ടെറസിൽ പോയി നിന്ന് കുറേ നേരം സൺസെറ്റൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കുറേ കിളികളെയെല്ലാം കണ്ട് അതിനുശേഷം പിന്നെ വന്ന് രാത്രിയിൽ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇനി ഒരു മഴയുള്ള ദിവസം കണ്ടാലോ? ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ കഴിച്ച കുറച്ച് ഫുഡുകളാണിത്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ 2 സാധനങ്ങളാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ഇതാണ് കേട്ടോ. ഇത് ഒരു ബാഗാണ്, സ്കിൻ കെയർ ഒക്കെ ഇട്ട് വെക്കാനും. കാരണം എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണമല്ലോ. ഞാൻ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അതേപോലെ തന്നെ അവിടെ വെക്കാനും ഇതായിരിക്കും കൂടുതൽ സൗകര്യം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഓർഡർ ചെയ്തൊരു ബാഗാണിത്. അടുത്ത ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാംബു ചാർക്കോൾ നോസ് പോർ സ്ട്രിപ്പാണ്. ഞാൻ കുറെ ആയിട്ട് റീൽസിൽ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ തന്നെ 10 വൈപ്സും വരുന്നുണ്ട്. പല്ലിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു. അങ്ങനെ ഡെൻറ്റിസ്റ്റിനെയൊക്കെ കണ്ടു. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള 2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് മാഗിയുടെ ഒരു കൊറിയൻ BBQ വെജ് സാധനമാണ്. ഞാൻ ഇതുവരെ ഈ മാഗിയിൽ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. എനിക്ക് താല്പര്യമുണ്ട് ഒരു എക്സ്പെരിമെൻറ്റേഷന്. പക്ഷേ എപ്പോഴും ഞാൻ ഈ സേഫ് സോണിൽ മഞ്ഞ മാഗി മാത്രമേ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഇതും കൂടി വാങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതങ്ങാണം ഫ്ലോപ്പായി പോയാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ്.
ഫ്ലോപ്പായിരുന്നു അത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര എരി എന്ന് പറഞ്ഞാൽ എരി സഹിക്കാൻ വയ്യായിരുന്നു. പിന്നെ പപ്പയുടെ സിഗ്നേച്ചറായിട്ടുള്ള ഉള്ളിക്കറിയെല്ലാം ഉണ്ടാക്കി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ രാത്രിയിൽ അന്ന് ചപ്പാത്തി ഉള്ളിക്കറിയായിരുന്നു കഴിച്ചത്. ഇപ്പം സമയം നോക്കി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ 8 മണിക്കാണ് രാത്രി വീട്ടിൽ വന്ന് ഉറങ്ങാറ്. ഇവിടെ ഇപ്പം ഞാൻ വന്ന് ഇത്രയും ദിവസമായിട്ട് ഞാൻ എന്നും 8 മണിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ, രാവിലെ 8 മണിക്ക് എഴുന്നേക്കും. ഇതാണ് എൻ്റെ റൂട്ടീൻ. ഞാൻ 9 മണിയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇന്ന് എന്തോ ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞു എൻ്റെ ബെഡ് ടൈം കഴിഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ സെം ബ്രേക്ക് ഇവിടെ തീരുകയാണ്. ഈ വീഡിയോയും ഇവിടെ തീരുകയാണ്. ഇതാണ് ഞാൻ എൻ്റെ സെം ബ്രേക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്താ, അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.